ശിലയും ശലഭവും ഭാഗം 4 എഴുതിയത് സൂര്യകാന്തി. ഭയം കൊണ്ട് അന്നയുടെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. അവിടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കയ്യിലൊരു ഗ്ലാസുമായി ഡേവിഡ് നിൽപ്പുണ്ടായിരുന്നു. മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അയാളുടെ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി. ആരാ? അയാൾ തിരിഞ്ഞു നോക്കാതെയാണ് അത് ചോദിച്ചതെങ്കിലും ആ ശബ്ദത്തിലെ അധികാരവും ഗൗരവവും അന്നയെ ശരിക്കും തളർത്തിക്കളഞ്ഞു. അവൾ പണിപ്പെട്ട് വാക്കുകൾ പുറത്തെടുത്തു. അത് ഞാൻ അന്നയാ. കുഞ്ഞിന് കുടിക്കാനുള്ള വെള്ളം വെക്കാൻ വന്നതാ. അത് കേട്ടതും ഡേവിഡ് സാവധാനം തിരിഞ്ഞു. ജനാലയിലൂടെ അരിച്ചിറങ്ങുന്ന നിലാവെളിച്ചത്തിൽ അയാളുടെ മുഖം ഒരു ശില്പം പോലെ തെളിഞ്ഞു നിന്നു. പൗരുഷം തുളുമ്പുന്ന ആ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ല. കയ്യിലിരുന്ന ഗ്ലാസിൽ നിന്നും ഒരു കവിൾ കൂടെ കുടിച്ചുകൊണ്ട് അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു. ഓരോ ചുവടും അന്നയെ കൂടുതൽ പരിഭ്രമത്തിലാക്കി. അയാൾ അവളുടെ തൊട്ടു മുൻപിലെത്തി നിന്നു. അയാളുടെ ശരീരത്തിലെ നേർത്ത ഗന്ധവും ആ ഗൗരവവും അന്നയുടെ ശ്വാസഗതി വേഗത്തിലാക്കി. നിനക്കെന്നെ കണ്ടിട്ട് കുഞ്ഞായി തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിൽ അന്ന അറിയാതെയൊന്ന് ഉമിനീരിറക്കിപ്പോയി. ഔതച്ചേടത്തി വിളിക്കുന്നതോർത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ അത് ഇവിടെ പറയാൻ അന്നയ്ക്ക് ശബ്ദമില്ല. ഇവിടെ ഓരോന്നിനും ഓരോ രീതികളുണ്ട് കൊച്ചേ. മുറിയിൽ കയറുമ്പോൾ വാതിലിലൊന്ന് മുട്ടാൻ ആരും പഠിപ്പിച്ചില്ലോ നിന്നെ? അയാളുടെ ശബ്ദം പരുക്കനായിരുന്നു. അന്ന പതർച്ചയോടെ തല താഴ്ത്തി. അത് ഞാൻ ആദ്യമായതുകൊണ്ട്. ഡേവിഡിന്റെ തീക്ഷ്ണമായ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു. നേർത്ത വെളിച്ചത്തിൽ അവളുടെ വിറയ്ക്കുന്ന കൈകളിലേക്ക് അയാൾ നോക്കി. തന്റെ കൈത്തണ്ടയിൽ ചുറ്റിയിരുന്ന കറുത്ത കൊന്തമുത്തുകളിൽ ഡേവിഡ് പതുക്കെ വിരലമർത്തി. പൊയ്ക്കോ. അതൊരു കൽപ്പനയായിരുന്നു. ഒരു നിമിഷം പോലും വൈകാതെ അന്ന തിരിഞ്ഞു നടന്നു. വാതിൽക്കലെത്തിയപ്പോൾ അവൾ അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അയാൾ വീണ്ടും തിരിഞ്ഞു നടന്ന് പഴയതുപോലെ ജനാലക്കരിയിലെ ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ കല്ലൂർക്കാടൻ മാളിക ഉണർന്നത് തന്നെ വലിയ ബഹളങ്ങളോടെയായിരുന്നു. അടുക്കളയിൽ ഔതച്ചേടത്തിയുടെയും സിസിലിയുടെയും മരിയയുടെയും കൈകൾക്ക് പതിവിലും വേഗത കൂടിയിട്ടുണ്ട്. അന്നെ, നീ വേഗം പോയി വല്യമ്മച്ചിയുടെ പല്ലുതേപ്പും കാര്യങ്ങളുമൊക്കെ നോക്ക്. ഔതച്ചേടത്തി പച്ചക്കറി അരിയുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. അന്ന വല്യമ്മച്ചിയുടെ മുറിയിലേക്ക് ഓടി. അവിടെ വല്യമ്മച്ചി പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുകയായിരുന്നു. കൊച്ചേ, ആ അലമാരയുടെ മുകളിൽ തട്ടിലിരിക്കുന്ന വെളുത്ത മുണ്ടും ചട്ടയും എടുത്തു തന്നേ, വല്യമ്മച്ചി പറഞ്ഞു. അന്ന വസ്ത്രങ്ങൾ എടുത്തു കൊടുക്കുന്നതിനിടയിൽ വല്യമ്മച്ചിയുടെ കണ്ണുകൾ അവളുടെ മുഖത്ത് തറച്ചു. എന്നാ ഒച്ചേ നിന്റെ കണ്ണുകൾ ചോന്നിരിക്കുന്നത്? ഇന്നലെ ഉറങ്ങിയില്ലോ നീ? അന്നയൊന്ന് പതറി. അത് പുതിയ ഇടമായതുകൊണ്ട് കുറച്ച് വൈകിയാ ഉറങ്ങിയേ. വല്യമ്മച്ചിയെ കുളിക്കാനും വസ്ത്രം മാറാനുമൊക്കെ അന്ന സഹായിച്ചു. ആള് എല്ലാം സ്വയം ചെയ്യുമെങ്കിലും എല്ലു തേയ്മാനം ഉൾപ്പെടെ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് ഒരാൾ എല്ലാത്തിനും സഹായിയായി നിൽക്കണം. വല്യമ്മച്ചിയും മറ്റുള്ളവർക്കൊപ്പം ഡൈനിങ് ഹാളിൽ ഇരുന്നു തന്നെയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് മരുന്ന് കഴിക്കാൻ കുറച്ചു വൈകിയത് കൊണ്ട് ആള് കുറച്ചു കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നും മറ്റുള്ളവരോട് കഴിച്ചോളാനും അന്നയോട് പറഞ്ഞു വിട്ടു. അന്ന അത് ചെന്ന് ഔതച്ചേടത്തിയോടും പറഞ്ഞു. താഴത്തെ വിശാലമായ ഡൈനിങ് ഹാളിൽ എല്ലാവരും പ്രഭാത ഭക്ഷണത്തിനായി അണിനിരന്നിട്ടുണ്ട്. തേക്ക് തടിയിൽ കൊത്തുപണികൾ ചെയ്ത ആ വലിയ മേശയ്ക്ക് ചുറ്റും എൽസയും റൂബിയും സാറയും മെറിനും ലിയയും സണ്ണിയുമൊക്കെ ഇരിപ്പുറപ്പിച്ചു കഴിഞ്ഞു. ആദം സ്ഥലത്തില്ല. ഡേവിഡ് പറഞ്ഞിട്ട് എവിടെയോ പോയിരിക്കുകയാണ്. ആകെ ഒഴിഞ്ഞു കിടക്കുന്നത് മേശയുടെ തലപ്പത്തുള്ള ആ വലിയ കസേരയാണ്. അത് ഡേവിഡിനുള്ളതാണ്. അടുക്കളയിൽ നിന്നും ആവി പറക്കുന്ന അപ്പവും മുട്ടക്കറിയും ബീഫ് റോസ്റ്റും ഇടിയപ്പവുമൊക്കെയായി അന്നയും മരിയയും അങ്ങോട്ടെത്തി. എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്ന തിരക്കിലാണ് അവർ. അന്നെ, ആ ബീഫ് ഇങ്ങോട്ട് തന്നേ. എൽസയുടെ കൽപ്പന കേട്ട് അന്ന വേഗം അങ്ങോട്ട് ചെന്നു. പരിഭ്രമം കാരണം എൽസയ്ക്ക് ഇഷ്ടമില്ലാത്ത മുട്ടക്കറി കൂടി അന്ന അവളുടെ പ്ലേറ്റിലേക്ക് വിളമ്പിപ്പോയി.
നിന്നോട് ആര് പറഞ്ഞടി ഇത് ഇങ്ങോട്ട് വിളമ്പാൻ? എൽസയുടെ ഒച്ച കേട്ട് അന്ന ഞെട്ടിപ്പോയി. നിനക്ക് ഈ വീട്ടിലെ രീതികളൊന്നും അറിയത്തില്ലയോ? കണ്ണു കാണില്ലേടി നിനക്ക്? ഇതിനെയൊക്കെ ആര് തപ്പിപ്പിടിച്ച് കൊണ്ടുവരുന്നതാണോ ആവോ? എൽസയുടെ ശകാരത്തിന് മുൻപിൽ അന്ന തകർന്നുപോയി. പാവം മരിയയും പേടിയോടെ നിൽക്കുകയാണ്. മറ്റുള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ ഭക്ഷണം കഴിക്കുന്നു. അന്നയുടെ കണ്ണുകളിൽ നീർത്തുള്ളികൾ പൊടിഞ്ഞു. അവൾ തല കുനിച്ചു നിശബ്ദയായി നിന്നു. പെട്ടെന്നാണ് മുകളിലെ നിലയിൽ നിന്നുള്ള മരഗോവണിയിൽ ആ കനപ്പെട്ട പാദരക്ഷകളുടെ ശബ്ദം കേട്ടത്. ഡേവിഡ് അലക്സാണ്ടർ താഴേക്ക് വരികയാണ്. വെള്ള ജുബ്ബയും വെളുത്ത മുണ്ടുമാണ് വേഷം. പൂമുഖത്തെ കരിങ്കൽ തൂണുകളേക്കാൾ ഉറപ്പുള്ള ആ രൂപം ഡൈനിങ് ഹാളിലേക്ക് കടന്നു വന്നപ്പോൾ അന്നയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന എൽസയുടെ നാവൊന്ന് പതറി. അന്ന തലയുയർത്താൻ ധൈര്യമില്ലാതെ വിറച്ചു നിന്നു. ഡേവിഡ് ഹാളിലെത്തി എൽസയെ ഒന്ന് നോക്കി. ഒരക്ഷരം പോലും അയാൾ മിണ്ടിയില്ല. പക്ഷേ ആ തീക്ഷ്ണമായ നോട്ടം ഒരു വേൽമുന പോലെ എൽസയുടെ വാക്കുകളെ മുറിച്ചുമാറ്റി. അയാളുടെ ആ നോട്ടത്തിൽ ഒരു ഗാംഭീര്യമുണ്ടായിരുന്നു. എൽസ പെട്ടെന്ന് നിശബ്ദയായി തൻ്റെ പ്ലേറ്റിലേക്ക് നോക്കിയിരുന്നു. ഡേവിഡ് സാവധാനം തൻ്റെ കസേരയിലേക്ക് ഇരുന്നു. അന്തരീക്ഷം ആകെ നിശബ്ദമായി. മരിയ പതുക്കെ അന്നയെ കൈമുട്ടുകൊണ്ട് ഒന്ന് തട്ടി. ഡേവിഡിന് വിളമ്പിക്കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. അന്ന ഭയത്തോടെ വിറയ്ക്കുന്ന കൈകളാൽ ഡേവിഡിനടുത്തേക്ക് നീങ്ങി. കുടുംബാംഗങ്ങളുടെ എല്ലാം കണ്ണുകൾ അന്നയിലായിരുന്നു. ഡേവിഡ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. അന്ന പതുക്കെ അപ്പവും കറിയും അയാളുടെ പ്ലേറ്റിലേക്ക് വിളമ്പി. ഡേവിഡ് അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. പക്ഷേ തൻ്റെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുന്ന ആ ചെറിയ പെൺകുട്ടിയുടെ വിറയ്ക്കുന്ന വിരലുകൾ അയാൾ കണ്ടു. പതുക്കെ അയാൾ കണ്ണുകൾ ഉയർത്തി. തല താഴ്ത്തി നിൽക്കുന്ന അവളുടെ നീണ്ട കൺപീലികളിൽ തങ്ങി നിൽക്കുന്ന ആ ചെറിയ നീർത്തുള്ളികൾ ഡേവിഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാളുടെ മുഖത്ത് ഭാവഭേദമൊന്നുമില്ല. പക്ഷെ തൻ്റെ കൈത്തണ്ടയിലെ ആ കറുത്ത കൊന്തമുത്തുകളിൽ ഡേവിഡിന്റെ വിരലുകൾ ഒന്നമർന്നു. വിളമ്പിക്കഴിഞ്ഞ് ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ അന്ന നിന്നു. ഡേവിഡ് ഒന്ന് മൂളി. അന്ന വേഗം അവിടെ നിന്നും അടുക്കളയിലേക്ക് നടന്നു. അവളുടെ പിന്നാലെ ഡേവിഡിന്റെ കണ്ണുകൾ ഒരു നിമിഷം തങ്ങി നിന്നു. പിന്നെ അയാൾ ആഹാരം കഴിക്കാൻ തുടങ്ങി. ജോബി ഇന്ന് വരുമോടി? അടുക്കളവാതിൽ കടക്കുമ്പോൾ റൂബിയോട് ചോദിക്കുന്ന ഡേവിഡിന്റെ പരുക്കൻ ശബ്ദം അന്നയുടെ ചെവികളിൽ പതിഞ്ഞു. റൂബി അതിന് എന്താണ് മറുപടി പറയുന്നതെന്ന് വ്യക്തമായില്ലെങ്കിലും ഡൈനിങ് ഹാളിലെ സംസാരത്തിൽ നിന്നും ഡേവിഡിന്റെ ശബ്ദം അവൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വലിയ മയമൊന്നുമില്ലാത്ത കാര്യമാത്ര പ്രസക്തമായ സംസാരം. ആ സാധനം അങ്ങനെ തന്നെ അന്നേച്ചി. പതിയെ അടുത്തു വന്ന മരിയ ശബ്ദം താഴ്ത്തി ആശ്വസിപ്പിക്കും പോലെ പറഞ്ഞു. ഔദച്ചേട്ടത്തിയും സിസിലിയും ജോലിയിൽ തന്നെയാണ്. അന്ന ജീവിതത്തിൽ ആദ്യമായാണ് ഒരു നേരത്തേക്ക് ഇത്രയും ആഹാര സാധനങ്ങൾ തയ്യാറാക്കുന്നത് കാണുന്നത് തന്നെ. ഔദച്ചേട്ടത്തിയുടെ ബന്ധുവായ പൈലിച്ചേട്ടനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. രാവിലെ തന്നെ മീനും കോഴിയും ആടും പോത്തും പോർക്കുമൊക്കെ മാറി മാറി അടുക്കളയിൽ എത്തും. അടുക്കള ജോലിക്കാർക്ക് പിടിപ്പത് ജോലിയാണ്. ഒരൊറ്റ എണ്ണം തിന്ന പാത്രം കഴുകുകയോ സ്വന്തം തുണി അലക്കുകയോ ചെയ്യത്തില്ല. പണിയെടുത്ത് നടുവൊടിയുമെന്ന് മരിയ പറഞ്ഞത് സ്വന്തം അനുഭവത്തിൽ നിന്നാണ്. എന്നാലോ വേറെ എവിടെ കിട്ടുന്നതിലും കൂടുതൽ ശമ്പളവും കിട്ടും. അതിലൊന്നും ഒരു പിശുക്കുമില്ല. അക്കാര്യത്തിൽ അന്നയ്ക്ക് പരാതിയുമില്ല. മാനഭയമില്ലാതെ സമാധാനത്തോടെ തല ചായ്ച്ചുറങ്ങാൻ ഒരിടം കിട്ടിയാൽ മാത്രം മതി. എൽസ അങ്ങനെ പറഞ്ഞപ്പോൾ സങ്കടം വന്നെങ്കിലും അതിലും അന്നയ്ക്ക് പരാതിയില്ല. ഈ ലോകം പണക്കാർക്കുള്ളതാണ്. കൊച്ചേ, നീ ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളം എടുത്ത് ഒന്ന് ഡേവി കുഞ്ഞിന് കൊണ്ടുപോയി കൊടുത്തേ. ഔദച്ചേട്ടത്തി വിളിച്ചു പറഞ്ഞത് കേട്ട് അന്ന കണ്ണുകൾ ഇറുക്കിയൊന്ന് അടച്ചു തുറന്നു. ഡേവിഡ് അലക്സാണ്ടറിന്റെ കൺമുൻപിൽ ചെന്നു നിൽക്കാൻ അന്നയ്ക്ക് ഭയമാണ്. പേരറിയാത്ത ഒരു ഭയം.